2025 തുടങ്ങിയപ്പോഴേ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ. എന്താ അറിയോ, ബാഡ് ന്യൂസുകളൊന്നും കാണരുതേ, കേൾക്കരുതേ, അങ്ങനത്തെ വാർത്തകളൊന്നും ഉണ്ടാവരുതേ. കാരണം അങ്ങനെയായിരുന്നു വിചാരിച്ചത്. കാരണം ഇതിന് 2024 നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബാഡ് ന്യൂസുകൾ കടന്നു പോയിട്ടുണ്ട്. ഈ വർഷം നല്ലതാവണേന്ന് സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലൊക്കെ തെറ്റി. ഒരുപാട് ഇഷ്യൂസുകളാണ് ഞാനൊരു ദിവസം കാണുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷോക്ക് അടുപ്പിച്ച് പോകുന്നത്, അതായത് ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടോയെന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലുള്ള കൊലപാതകങ്ങളാണ് കൺമുന്നിൽ കാണുന്നത്. ഒരു കാരണവുമില്ലാതെ കൊല്ലുക, തലക്കടിച്ച് കൊല്ലുക, മയക്കുമരുന്ന് അടിച്ചിട്ട് ഈ കഞ്ചാവ് പോലത്തെ MDMA അടിച്ചിട്ട് ഉമ്മയെ കൊല്ലുന്നത്. എന്താ പറയുക, കാരണങ്ങളില്ല കൊല്ലാൻ. മൊത്തം ഒരു എന്താ പറയുക, അത്രത്തോളം നശിച്ച് അതപ്പതിച്ച് പോയ ഒരു സംഭവം, അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതാ ഞാൻ ഇന്നലെ കണ്ടൊരു വാർത്ത ഞാൻ പറയാം. ഇന്ന് എനിക്ക് സംസാരിക്കാൻ ആ വാർത്തയെക്കുറിച്ചാണ് കേട്ടോ. ഈ സംഭവം നടക്കുന്നത് കേരളത്തിലല്ല എന്നാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഹൈദരാബാദാണ്, ആന്ധ്രാപ്രദേശിലാണ്. അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഒരു ഭർത്താവ് ഗുരുമൂർത്തി, മുൻ സേനാധിപനാണ്. പുള്ളി സ്വന്തം ഭാര്യയെ കൊന്നു. കൊല്ലുക എന്ന് പറയുമ്പം അത് സാധാരണ ഒരു വാക്കായി പോകും. പക്ഷെ നീചമായിട്ട്, ക്രൂരമായിട്ട്, വളരെയധികം നമുക്ക് അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിലൊരു കൊലപാതകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ കൊന്ന് കഷ്ണങ്ങളാക്കി, വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി, മാംസം വേറെയും എല്ല് വേറെയും ആക്കി. എല്ല് അങ്ങേക്ക് ചതക്കാൻ പറ്റാത്തതുകൊണ്ട് ഒലക്ക വെച്ച് കുത്തിയാണ് അതിൻ്റെ മാംസം നീക്കിയത്. അങ്ങനെ മാറ്റിയിട്ട് ഈ മാംസം എല്ലാം എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് കുക്കറിലിട്ട് വേവിച്ചിട്ട് അത് കൊണ്ടുപോയി കായലിൽ കൊണ്ടുപോയി പാക്കറ്റാക്കി കായലിൽ കൊണ്ടുപോയി കളഞ്ഞു. എന്ത് ഭയങ്കരധികം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കൊലപാതകം. ഒട്ടും ഇത് ചിന്തിക്കാൻ പറ്റുന്നൊരു കൊലപാതകമല്ലത്. ഇങ്ങനെയൊക്കെ ഒരാൾ കൊല്ലുമെന്ന് പോലും. എത്ര ക്രൂരമായിട്ടാണ് ആ കൃത്യം ചെയ്തിട്ടുള്ളത്. അതായത് തെളിവ് നശിപ്പിക്കുക എന്ന് പറയും. തെളിവ് കാണാൻ പാടില്ല, ഡെഡ് ബോഡി കാണാൻ പാടില്ല, ഒരിക്കലും കണ്ടുപിടിക്കരുന്ന രീതിയിൽ അത് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കളയുക, കായലിൽ കൊണ്ടുപോയി. ഈ പൊടിച്ചതും ഈ വേവിച്ചതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. അതാകുമ്പോൾ മനസ്സിലാവില്ലല്ലോ എന്താ മാംസം എന്നല്ല എല്ലാവരും ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുക. അതിന് മാംസം വേണ്ടാത്തതുകൊണ്ട് കൊണ്ട് ഡംപ് ചെയ്തൊന്നല്ലേ വിചാരിക്കുകയുള്ളൂ. അതായത് തെളിവ് നശിപ്പിക്കുക, കറക്റ്റായിട്ട് തെളിവ് നശിപ്പിക്കുക. അപ്പം ഭയങ്കര നമുക്ക് വെറുപ്പും അറപ്പും തോന്നും, ഛർദ്ദിക്കാൻ തോന്നുക. ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ആദ്യം അതാ തോന്നിയത്. ഇവരെ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര സ്നേഹത്തിൽ നിൽക്കുന്ന കപ്പിൾസാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ നമ്മൾ പോലും ചിന്തിച്ചു പോകും. കാരണം അമ്മ ആദ്യമാണ് ഇവരെ ഫോട്ടോയിലുള്ള ഇയാളെ നിപ്പ് കാണുമ്പോൾ. അപ്പം ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ടും ഭയങ്കര ഷോക്കായി പോയി. ഇവര് നിരന്തരം പ്രശ്നങ്ങളാണ്, അയൽവാസികൾ പറഞ്ഞ കാര്യമാണ്. ഇവർ നിരന്തരം എന്നും കലഹമാണ്, ബഹളമാണ്, വീട്ടിൽ അടി ബഹളം. മക്കൾ 2 കുട്ടികളുണ്ട്, ഇവരെ വീട്ടിൽ നിർത്താറില്ല, മാറ്റി താമസിപ്പിച്ചേക്കാണ്, ബന്ധുക്കളെ വീട്ടിലുമാണ്. ഇവരെന്നും പ്രശ്നങ്ങളാണ്. ഭാര്യ സംശയമാണ് ഇയാൾക്ക്. ഇതാണ് മെയിനുള്ള കാര്യം, ഭാര്യ സംശയമാണ്. കുടുംബ ബന്ധം നല്ല രീതിയിലല്ല, അത് തന്നെയാണ് കാരണം എന്നാണ് അയൽവാസികൾ പറയുന്നത്. ഈ ഭാര്യയെ കാണാതായത് ജനുവരി 16-നോ 15-നോ ആണ്. അന്ന് മുതൽ ഈ ഭാര്യയുടെ വീട്ടുകാർ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലൈൻറ്റ് കൊടുക്കാനും മുന്നേ നിൽക്കുന്ന വ്യക്തി പോലും ഈ ഗുരുമൂർത്തിയാണ്. ഈ മരിച്ച സ്ത്രീയുടെ പേര് മാധവി എന്നാട്ടോ, മാധവി എന്നെന്തോ ആണ് പേര്. ഈ ഭർത്താവായിട്ടുള്ള ഈ ഗുരുമൂർത്തിയാണ് ഈ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകാനും ഈ ഭാര്യയുടെ വീട്ടുകാരുടെ കൂടെ അങ്ങോട്ട് പോകാനും പോലീസ് സ്റ്റേഷനിൽ പോകാനും എല്ലാത്തിനും മുൻകൈ എടുത്ത് നിൽക്കുന്ന ഈ വ്യക്തിയാണ്. ഈ വ്യക്തി അപ്പോഴും ആർക്കും സംശയം തോന്നണില്ല, എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ട്. പോലീസിന് സംശയം ഉണ്ടായിരുന്നു. കാരണം പോലീസ് ഓൾറെഡി ഈ അയൽവാസികളുടെ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ അവരെടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം എന്തായാലും പോലീസ് സംശയിക്കും. സ്വന്തം വീട്ടിലുള്ളവർ തന്നെ ആദ്യം സംശയിക്കുള്ളൂ, എന്നിട്ടേ പുറത്തോട്ട് അവർ പോകത്തുള്ളൂ. അത് വേറെ കാര്യം. പോലീസിന് ആരെ വേണേൽ സംശയിക്കാം. ആ സംശയ ലിസ്റ്റിൻ്റെ പട്ടികയിൽ ഈ പറഞ്ഞ ഗുരുമൂർത്തി ആദ്യം ഉണ്ടായിരുന്നു എന്നാണ് സത്യം. അപ്പോൾ നല്ല രീതിയിൽ അങ്ങ് ചോദ്യം ചെയ്തപ്പോഴാണ് പുള്ളി ഒരു രീതിയിലും അതിനെ എതിർത്തില്ല, കുറ്റം അങ്ങ് സമ്മതിച്ചു. ഞാൻ തന്നെ കൊന്നത് എന്തിനാനുള്ള കാര്യമൊന്നും നമ്മളെടുത്ത് വിശദീകരിച്ചിട്ടില്ല. കൊന്നത് ഞാനാണ്, ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ വിശദീകരിച്ചു കൊടുത്തു. പോലീസ് അത് അന്വേഷിക്കുകയാണ്. കാരണം പോലീസിന് ഇതെല്ലാം തെളിവുകളെല്ലാം കണ്ടെത്തണം. അല്ലാതെ ഒരാളിപ്പോൾ ഞാൻ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അത് വിശ്വസിക്കൂല.
പോലീസിന് ഇതിൻ്റെ പ്രൂഫ് കിട്ടണം. അവരത് എന്നാലേ കോടതിയിൽ ഈ പ്രൂഫല്ലേ വാലിഡ് ആവുള്ളൂ. അല്ല ഞാൻ കൊന്നു എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തെളിവുകൾ വേണം. അപ്പോൾ ആ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല പോലീസ് അതിൻ്റെ ഇതിൽ. കാരണം ഇത് കൊണ്ടുപോയി ഡംപ് ചെയ്താണ്. അതുകൊണ്ട് ഈ സംഭവം കിട്ടണം. കായലിലായതുകൊണ്ട് അതിനെക്കുറിച്ച് തപ്പിയെടുക്കണം ഈ സംഭവം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലും കാര്യത്തിലാണ് പോലീസ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മളെ നാട് പോകുന്നൊരു ഇതേ, നമ്മളൊരു സമൂഹം എങ്ങോട്ടാണ് ഈ പോകുന്നത് ആലോചിക്കുകയായിരുന്നു. ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. നമുക്കൊരു പൂച്ചയെ പട്ടിയെ പോലും കൊല്ലാൻ പറ്റാത്ത ആൾക്കാർ വേണ്ട, ഒരു ഈച്ചയെ പോലും കൊല്ലാൻ പറ്റാത്ത ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തൊരു സൈക്കിക് മൈൻഡുള്ള ആൾക്കാരായി പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇത്രയും ക്രൂരമായിട്ട് ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സൈക്കിക്കാണ് ഇയാളെ മൈൻഡിൽ നിന്നാണ്. ഒരാളെ കൊല്ലുന്നതും പോരാത്തതുകൊണ്ട് നീചമായിട്ടുള്ള കൃത്യം ചെയ്യുക. എന്ത് ഈ വെട്ടി നുറുക്കി കഷ്ണാക്കി വേവിക്കലും പിടിക്കലും ഒക്കെ ചെയ്യുന്നത് ഇത് ഭയങ്കര ഒരു എന്തെന്നൊക്കെ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഹൈദരാബാദ് നടന്ന പോലെ ബാംഗ്ലൂർ ഇതുപോലത്തെ ഒരു വേറെ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. അത് കാമുകനാണോ കാമുകൻ ചെയ്താണെന്ന് തോന്നുന്നു. വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ഇതുപോലെ ആളെ കാണാതായപ്പോൾ വീട്ടുകാർ വന്ന് അന്വേഷിച്ചു. വീടിൻ്റെ അകത്ത് കയറി ഫ്രിഡ്ജ് തുറന്നപ്പോൾ അവർ ഷോക്കായി പോയി. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നിരന്തരമായിട്ട് ഹൈദരാബാദ്, ബാംഗ്ലൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. കേരളത്തിലെത്തിയിട്ടില്ല, അറിഞ്ഞൂടാ. നരബലി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. വേറെ കാര്യം സമാനമായിട്ടുള്ള നരബലി കാര്യങ്ങളൊക്കെ നടന്നു. അതുകൊണ്ട് നമുക്കിപ്പം ഇനിയിപ്പോൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. വേറെ കാര്യം ഇതെന്താ നിരന്തരം ഇമാതിരി ന്യൂസുകളാണ് കാണുന്നത്. ഭയങ്കര നെഗറ്റീവായി. ഇതിപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ പോലും നെഗറ്റീവായി പോവാണ്. ഒരു ഫാമിലി നിൽക്കുന്ന ഭാര്യ ഭർത്താവ് പോലും നെഗറ്റീവായി പോവാണ്. ചില ഇതെന്നെ ചിന്തിച്ചിരിക്കും. ആ ദിവസം തന്നെ അവർക്ക് നെഗറ്റീവാണ്. കാരണം കൊല്ലന് മാത്രമല്ല, ഇങ്ങനെ പൊടിച്ചെടുത്തു, വേവിച്ചു, കുക്കറിലാക്കി എന്നൊക്കെ പറയുമ്പോൾ പാക്കറ്റിലാക്കി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരതാണ്. ആരായാലും ഒരു നെഗറ്റീവ് അടിച്ചു പോകുന്നത് കാണുമ്പോൾ. അപ്പോൾ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്, എന്താണ് സംഭവം ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്താണ് ഇങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് ന്യൂസുകൾ. എനിക്ക് അറിഞ്ഞൂടെ എന്താ എങ്ങനെയാണെന്നുള്ളത്. ആളുകളൊരു കൊല്ലാൻ ഒക്കെ ആളുകൾക്കിപ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ള സംഭവമായിട്ടാണ് തോന്നുന്നത്. ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു വിഷയമൊന്നുമല്ല. ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ തോന്നുന്നു സ്വന്തം ഭാര്യ എങ്ങനെ കൊല്ലാന്നൊക്കെ ചിന്തിക്കുക. രണ്ട് മക്കളുണ്ട് ഇവർക്ക്. മക്കളെ ഒരു ഇതും കൂടെ ചിന്തിക്കാതെ, ഭാവി അല്ലെങ്കിൽ മക്കളോട് ചിന്തിക്കാതെയാണ് അവർക്ക് അമ്മ വേണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കാതെ എന്തിൻ്റെ പേരിലായാലും ആ ചെയ്ത സംഭവം തെറ്റാണ്, ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ആലോചിക്കുന്നത്. മക്കളെ മറന്നിട്ടായാലും ഭാര്യ മറന്നിട്ടാണെങ്കിലും നമുക്ക് ആർക്കും ഒരാളായിട്ട് ഇപ്പം എന്തായാലും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ല എന്നല്ല. എന്ത് പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ മീഡിയേറ്റർ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സംസാരിച്ച് പരിഹരിക്കാൻ പറ്റും. സംസാരിച്ച് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് എനിക്ക് ഈ ബന്ധം കൊണ്ടുപോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ തുടർന്ന് എനിക്ക് ഇപ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഭാര്യയ്ക്കായാലും, ഭാര്യൻ്റെ ഭാഗത്ത് തെറ്റായാലും ഭർത്താവിനായാലും തുടർന്നുകൊണ്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ആ ബന്ധം മാന്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. അതിൽ അന്തസ്സുണ്ട്. എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക, അല്ലെങ്കിൽ വേറെ കല്യാണം കഴിച്ച് ജീവിക്കുക. അല്ലാതെ ഒരാളെ എന്തിൻ്റെ പേരിലായാലും എന്ത് വൈരാഗ്യത്തിൻ്റെ പേരിലായാലും കൊല്ലുന്നതും ഇതുപോലൊക്കെ ചെയ്യുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം അധപ്പതിച്ച് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അധപ്പതിച്ച് പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എനിക്ക് ഈ വീഡിയോയിൽ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എത്ര പേരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കൊരു മെസ്സേജ് പറയാനുള്ളത്, എന്തായിക്കോട്ടെ, ഇപ്പോൾ ഈ പ്രണയം, അപ്പോൾ നമ്മൾ ഗ്രീഷ്മയുടെ കേസ് തന്നെ പറഞ്ഞു. ഗ്രീഷ്മയുടെ കേസായാലും അതുപോലെ പ്രണയമായാലും അത് ആണായാലും പെണ്ണായാലും അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ കല്യാണ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരാളെ കൊല്ലരുത്. അത് എന്ത് കാരണമായിക്കോട്ടെ, നമ്മൾ ആ ബന്ധം ഒഴിവാക്കി വിടുക, അതങ്ങ് വിടുക. അതിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത്. അയാൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മോചനം കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ കൊല്ലുന്നതല്ല അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്താ നമ്മൾ ചിന്തിക്കുക, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ലൈഫ് എന്താണെന്ന് ചിന്തിക്കുക, കുട്ടികളുടെ ലൈഫ് എന്താ ചിന്തിക്കുക. നമ്മുടെ എല്ലാവരും അഫക്റ്റ് ചെയ്യുന്ന കാര്യം, നമ്മൾ ഒരാളെ മാത്രമല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യുക, പല ആൾക്കാരെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയും കൂടെ നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഓരോ കാര്യം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. പല ആൾക്കാർക്ക് ഒരു ബോധമില്ലാതെ ആൾക്കാർ ദേഷ്യത്തിൻ്റെ പുറമേ പെട്ടെന്ന് തോന്നിയതിൻ്റെ പേര് ആൾക്കാർ കൊല്ലുന്നതും പിടിക്കുന്നതൊക്കെ, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്, ഇതൊന്നും ഒരു നടപടിയാവുന്ന സംഭവമല്ല. കാര്യം ഇത്രയേ ഉള്ളൂ.
എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ റിലേഷൻഷിപ്പിൽ നമുക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കി വിടുക. അല്ലാതെ പിന്നെ നമ്മളതിന് പിന്നാലെ പോയിട്ട് അവരെ കൊല്ലാനും പിടിക്കാനും നിൽക്കരുത്. ഓക്കെ, എനിക്ക് അത്ര പറയാനുള്ളൂ. നമ്മളത് ചെയ്യരുത്, അത് ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോൾ ഗൈസ് കൂടുതലൊന്നും പറയാനില്ല വിഷയത്തെക്കുറിച്ച്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.